3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഗോളം ഉരുക്കി 0.2 സെൻറ്റിമീറ്റർ വ്യാസമുള്ള കമ്പി ഉണ്ടാക്കുന്നു. കമ്പിയുടെ നീളം എന്ത്? അപ്പോൾ ഇവിടെ ഒരു ഗോളത്തിനെ ഉരുക്കിയിട്ട് ഒരു കമ്പി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഈ ഗോളത്തിനെ ഉരുക്കി ഇവിടെ ഒരു കമ്പി എന്ന് പറയുമ്പം അത് സിലിണ്ടറാണ്. കമ്പി എന്ന് പറയുമ്പം സിലിണ്ടറാണ്. സിലിണ്ടർ ഷേപ്പാണ് വരെ കമ്പിക്ക്. ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഗോളത്തിൻ്റെ തന്നിരിക്കുന്നത് ആരമാണ് 3 സെൻറ്റിമീറ്റർ. ഇവിടെ പിന്നെ ഗോളത്തിന് ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്ന കമ്പിയുടെ വ്യാസമാണ് തന്നിട്ടുള്ളത്. വ്യാസം ഇവിടെ 0.2 ആണ്. കമ്പിയുടെ വ്യാസമാണ് 0.2. അതുകൊണ്ട് ആരം ഈസ് ഈക്വൽ ടു 0.1 ആണ്. ഓക്കെ, ഇനി ഇതിനെ ഒന്നിനെ ഉരുക്കി വേറൊരു സാധനം ഉണ്ടാക്കുമ്പോൾ രണ്ടിൻ്റെയും വ്യാപ്തം തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ഗോളത്തിൻ്റെ വ്യാപ്തവും സിലിണ്ടറിൻ്റെ വ്യാപ്തവും തുല്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഗോളത്തിൻ്റെ വ്യാപ്തം എന്താണെന്ന് എഴുതാം. ഗോളത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല 4/3 πr³ ആണ്. ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു r. ഇവിടെ 3 ആണ്. 3 ഇൻറ്റു 3 ഇൻറ്റു 3. നമുക്ക് ഈ 3 അങ്ങനെ ക്യാൻസൽ ചെയ്യാം. 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 4 36 പൈ കിട്ടി ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് സിലിണ്ടറിൻ്റെ ചെയ്യാം. സിലിണ്ടറിൻ്റെ വ്യാപ്തം ഇസ് ഈക്വൽ ടു πr² ആണ്. ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇവിടെ റേഡിയസ് 1 ആണ്, 0.1 ആണ്. അപ്പോൾ 0.1 ഇൻറ്റു 0.1 πr². h ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 0.1നെ നമുക്ക് 1/10 എഴുതാം. പൈ ഇൻറ്റു 1/10 ഇൻറ്റു 1/10 ഇൻറ്റു h. നമുക്ക് കണക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു h ഡിവൈഡഡ് ബൈ 100 ആണ് കിട്ടിയത്. പൈ ഇൻറ്റു h ഡിവൈഡഡ് ബൈ 100 കിട്ടി. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സിലിണ്ടറിൻ്റെ വ്യാപ്തവും ഗോളത്തിൻ്റെ വ്യാപ്തവും. അപ്പോൾ നമുക്ക് എഴുതാം പൈ ഇൻറ്റു h/100 ഇസ് ഈക്വൽ ടു 36 പൈ. ഈ പൈ രണ്ടും അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ h ഇസ് ഈക്വൽ ടു 36 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 3600 സെൻറ്റിമീറ്റർ. നമ്മളോട് ഇവിടെ ആൻസറിൽ മീറ്ററിലാണ് ഇതുള്ളത്. അപ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിനെ ബൈ 100 ചെയ്യണം. ബൈ 100 ചെയ്താൽ നമുക്ക് 36 മീറ്റർ കിട്ടി. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ സി ഡി. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 36 മീറ്റർ. ഓക്കെ.